ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇതേ പരിപ്പൊക്കെ വേവിക്കാനായിട്ട് ഗ്യാസും വെച്ചിട്ടിട്ട് പരിപ്പ് കുത്തി കാച്ചിയതാണ് നമ്മളിട്ടിന് കൊടുത്തയക്കണത്. 2 പേര് സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തയച്ചാൽ മതി. ഇതേ ചോറൊക്കെ ഞാൻ സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് പരിപ്പ് കുത്തി കാച്ചാനായിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഇതേ ഇന്ന് നൂലപ്പാണ് ടിഫൻ, നൂലപ്പും തേങ്ങാപ്പാലും. അപ്പം നൂലപ്പത്തേക്കുള്ളതൊക്കെ ഇതേ അവിടെ ആക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. നൂലമ്പത്തേക്ക് നല്ല ഈ അരിപ്പൊടിക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നൂലപ്പം സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് നൂലപ്പം വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിത് ഗ്യാസുമ്മേക്ക് വെക്കുകയാണ്. നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. നമ്മൾ ചെറിയ ചൂട് അല്ലെങ്കിൽ കുറച്ച് ചൂടായ അങ്ങനത്തെ വെള്ളം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നൂലപ്പം സൂപ്പറായിട്ട് വരും കേട്ടോ. അപ്പോഴേക്കും ഇത് പാലൊക്കെ തിളപ്പിക്കാൻ വെക്കാൻ കേട്ടോ. പാൽ ഇപ്പം തന്നെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കും കൊടുക്കാം. അപ്പോഴേക്കും തണുക്കും. സ്കൂളിൽ പോകുമ്പോഴേക്കും നമ്മൾ പാല് കൊടുത്തിട്ട് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു എനർജി ഉണ്ടാവില്ല വെച്ചിട്ട് ഞാൻ രാവിലെ തന്നെ കൊടുക്കണത്. ഇപ്പോൾ ആരാധ്യമോൾക്ക് കബക്കെട്ടാ, എന്നാലും അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടൊക്കെ അങ്ങനെ പാല് കൊടുക്കും. അപ്പോൾ ഇത് ചീഞ്ചട്ടിയൊക്കെ വെച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ആ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടു കേട്ടോ. ഒരു 3 അല്ലി. അപ്പോൾ അതൊന്ന് ബ്രൗണിഷ് കളറാകുമ്പോൾ കുത്തുമുളക് ഇടണം കേട്ടോ. കുറച്ച് മുളക് എടുത്ത് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തത് അതൊരു 2 ടീസ്പൂൺ ഇട്ടിട്ട് വേപ്പിൻ്റെ ഇല ഇടണം കേട്ടോ. വേപ്പിൻ്റെ ഇല മസ്റ്റാണ്. ഞങ്ങൾ നാടൻ വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വേപ്പിൻ്റെ ഇലൊക്കെ ഇട്ടു. അതൊക്കെ ചെറിയൊരു ബ്രൗണിഷ് ഒരു പ്രത്യേക തരം കളർ വരുമ്പോൾ അതെ നമ്മൾ പരിപ്പും ഒരു കുടംപുളി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാട്ടോ. അപ്പോൾ അതൊക്കെ അതിലേക്ക് ചെരിച്ചിട്ട് നമ്മൾ നന്നായി നമ്മൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നല്ല കട്ടിയിൽ വേണ്ടവർക്ക് അങ്ങനെ ആക്കാം. ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം വെള്ളം നല്ല ലൂസായിട്ട് വേണ്ടവർക്ക് ലൂസായിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ സെറ്റാക്കി പരിപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നൂലപ്പൊക്കെ അവിടെ ആയി. നൂലപ്പം കുറച്ച് നേരം ആകുമ്പോഴേക്കും നൂലപ്പം ശരിയാവും. ചെറിയൊരു 5-10 മിനിറ്റ് നേരത്തെ ഒരു ആവി കയറിയ നൂലപ്പം സെറ്റ്. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടല്ലേ. അപ്പോൾ ഇതേ പരിപ്പ് കൂട്ടാനൊക്കെ ഇതേ തിളച്ച് വരികയാണ് കേട്ടോ. നമ്മൾ കുത്തുമുളക് ഇട്ട് കഴിഞ്ഞാൽ പരിപ്പൊന്ന് തിളയ്ക്കാം. അപ്പം തന്നെ ഞാൻ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് ആ പാത്രം കഴുകിക്കാൻ സിങ്കിലേക്ക് ഇട്ടിട്ട് അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കില്ല. അങ്ങനെ നൂലപ്പൊക്കെ ഞാൻ ഈ പാത്രത്തിലേക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. അത് ഈ പരിപ്പ് കറിയും അമലിന് കൊണ്ടുപോകാനുള്ള പരിപ്പ് കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കോമ്പിനേഷനായിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ മോര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നെസ്റ്റോയിൽ പോകുമ്പോൾ വാങ്ങിച്ച് വെക്കണതാണ്. അപ്പോൾ അതിൽ പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് അതാണ് കൊടുത്തയക്കേണ്ടതിൻ്റെ. അപ്പോൾ ഇതിനൊപ്പം നല്ല കോമ്പിനേഷനാണ് പരിപ്പ് കുത്തി വെച്ചതും തൈരും. അപ്പോൾ കുറച്ച് വിളക്കൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് പൂവൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ പോയി നോക്കുക വല്ല പൂവൊക്കെ ഉണ്ടോ, അമ്മയ്ക്ക് എത്താത്തുണ്ടോ എന്നൊക്കെ. അപ്പം അമ്മ ഞാനും കൂടിയിട്ട് കുറച്ചൊക്കെ കിട്ടിയതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അമലിന് പോകാറായപ്പോൾ അമലിന് ലഞ്ചാക്കണം കേട്ടോ. അമലിന് ചോറും പരിപ്പ് കുത്തിക്കാച്ചിയതും പിന്നെ തൈരും 3 കൂടി കുശാലായിട്ട് കഴിക്കാൻ ഗൈസ്. ഇടയ്ക്കൊക്കെ അവൻ ടിഫൻ കൊണ്ടുപോകാൻ പറ്റാത്ത അവന് ഇഷ്ടമല്ലാത്ത ഇന്ന് തേങ്ങാപ്പാലായ കാരണം അവന് സ്കൂളിൽ കൊണ്ടുപോയാൽ ശരിയാവില്ലല്ലോ. അത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല അവന് സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ ഈ പരിപ്പ് അതുകൊണ്ടാണ് ഇന്ന് ചോറ് കൊണ്ടുപോകണം കേട്ടോ. നൂലപ്പും തേങ്ങാപ്പാലും കേട്ടോ. ഇതൊക്കെ മക്കളൊക്കെ കഴിച്ചു. ആരാധ്യമോള് ആദ്യമോനൊക്കെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് എന്നോട് ടാറ്റൊക്കെ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ പോയി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ എനിക്ക് വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മുകളിലാണ് വിരിക്കുക. അപ്പോൾ ഇപ്പോൾ മഴയല്ലേ ഗൈസ്, മുകളിൽ വിരിച്ചാലും ഉണങ്ങി കിട്ടാൻ 2 ദിവസമൊക്കെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പാൻറ്റൊക്കെ ആയിരുന്നേ. അപ്പോൾ ആ പാൻറ്റൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കത്തിലെ ചോറ്, കാരക്കുഴമ്പ്, രാവിലത്തെ പരിപ്പ് കറി, പപ്പടം ഇതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം കിടന്ന് എണീറ്റു. മക്കൾ വരുമ്പോഴേക്കും കുറച്ച് എന്തെങ്കിലും പാൽപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുട്ടുപൊടി ഇങ്ങനെ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. അപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പിലേക്ക് 1 കപ്പ് വെള്ളം മിക്സ് ചെയ്ത് വെച്ചത് 20 മിനിറ്റ്. അതിനുശേഷം അതൊന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി എടുത്തു. അങ്ങനെ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൽപ്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പാൽപ്പൊടി ഇട്ടിട്ട് കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ പുട്ടുണ്ടാക്കണ പോലെ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ആ പുട്ടുപൊടി ഞാൻ സെറ്റാക്കി വെച്ചതിലേക്ക് പാൽപ്പൊടി ഇട്ടു. കുറച്ച് തേങ്ങ നമ്മൾ ഇതിലേക്ക് തന്നെ ഇടാം. അപ്പോൾ അതിൽ കുറച്ചിട്ടാൽ നമ്മൾ സ്റ്റെപ്പായിട്ട് പുട്ടുണ്ടാക്കണതിൽ കുറച്ചിട്ടാലും മതി. നമ്മൾ ഇതിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ പുട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ. ആദ്യത്തെ ലെയർ തേങ്ങ, പിന്നെ പുട്ടുപൊടി, പിന്നെ കുറച്ച് തേങ്ങ, അങ്ങനെ ഇതാക്കിയിട്ട് ആ കുറ്റിയിൽ ഞാനതങ്ങനെ സെറ്റാക്കണം കേട്ടോ. ഏറ്റവും മുകളിലും കുറച്ച് തേങ്ങ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. താഴെയും ഏറ്റവും മുകളിലും തേങ്ങ വരുമ്പോഴേ
അങ്ങനെ ഞാൻ വെള്ളം ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പുട്ടൊക്കെ ആവി ഇങ്ങനെ പറക്കുന്ന പുട്ട് എന്ന് പറയില്ലേ, അപ്പോഴേക്കും ഞാനതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇതാക്കുകയാണ് കേട്ടോ. 2 കുറ്റി പുട്ടിൻ്റെ ആവശ്യമില്ല. അത്ര പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കുള്ള ചെറിയൊരു വയറിന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതേ പുട്ടൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ 2 കുറ്റി പുട്ട് അത്രേ ആവശ്യമുള്ളൂ. അപ്പോഴേക്കും ഇതേ പ്രേക്ഷേട്ടനൊക്കെ വന്നു. പ്രേക്ഷേട്ടൻ വരുമ്പോൾ മുട്ടയും നേന്ത്രപ്പഴവും എന്തൊക്കെയോ കൊണ്ടിട്ടാണ് മൂപ്പരാൾ വരണേ കേട്ടോ. അപ്പോഴേക്കും എല്ലാവർക്കും വയ്യ, കഫക്കെട്ട, പിള്ളേർക്കൊക്കെ വയ്യ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് തുളസി ചായ ഉണ്ടാക്കുക കേട്ടോ. അപ്പോഴേക്കും പ്രേക്ഷേട്ടന് ഞാൻ പഴവും പുട്ടും ഒക്കെ കൊടുത്തു. അപ്പോഴേക്കും അമ്മൽ വന്നു കുളിച്ച് ഭക്ഷണം കഴിക്കുക. അപ്പോഴേക്കും അവൻ ഭക്ഷണം കഴിക്കും പിള്ളേരെത്തി. അപ്പോൾ പിള്ളേരെ കണ്ടോടുകൂടി അവൻ കഴിക്കൽ അടുക്കളയിൽ നിർത്തിയിട്ട് ഇത് സോഫയമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരാധ്യമോള് പറയാം നാളെ കലോത്സവത്തിന് അങ്ങനെ വേണം, ഇങ്ങനെ ഡ്രസ്സ് ഇടണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഞങ്ങൾക്ക് വീട്ടിലേക്ക് പറപ്പൂർ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി പോയി ക്ലിപ്പ് എടുത്തതാണ്. അങ്ങനെ പറപ്പൂർ വീട്ടിലെത്തി ഗായ്സ്. അപ്പോൾ ഞാൻ ഈ ഫോണും പിടിച്ച് വരണ കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം കേട്ടോ. അച്ഛൻ എൻ്റെ അനിയനാണ് കേട്ടോ. അത് അനിയൻ ഇന്നലെ ഗൾഫിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് അവിടെ പോകാനുള്ള കാരണം കൂടിയിട്ടും. അപ്പോൾ അനിയൻ്റെ വൈഫാണ് കേട്ടോ ഞങ്ങളുടെ അമ്മൂസ്. അങ്ങനെ ഞാൻ നേരെ അടുക്കളയ്ക്കാണ് ഗൈസ് നമ്മൾ ആദ്യം പോവുക. അപ്പോൾ ഉണ്ണിക്കുട്ടൻ, എൻ്റെ അനിയനെ വിളിക്കുക ഉണ്ണിക്കുട്ടൻ എന്നാണ് കേട്ടോ. അപ്പോൾ അവൻ പരലൊക്കെ പിടിച്ചു കൊടുത്തിട്ട് അതൊക്കെ വറക്കാൻ വെക്കുന്നുണ്ട്. ചിക്കൻ കറി ഉണ്ട്, ബീൻസ് ഉപ്പേരി, അമ്മൂസ് ബീൻസ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പരല് കഴിക്കുമ്പോൾ അതിൽ സബോളൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഞങ്ങളുടെ ചാച്ചുട്ടൻ, എൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ ചാച്ചുട്ടൻ. അപ്പോൾ ചാച്ചുട്ടനായിട്ട് കളിച്ച് 1 മാസമായി ഗേസ് ചാച്ചുട്ടനെ കണ്ടിട്ട് ചാച്ചുട്ടനോട്. അപ്പോൾ ഞാൻ ചോദിക്കാം ഉമ്മത്തായോ മാമനും മോക്ക് എനിക്ക് ഉമ്മട്ടായോ എന്നൊക്കെ പറയും. ഭയങ്കര വെയിറ്റാണ് ഗൈസ്. അവന് ഉമ്മ തരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. എന്നാലും അവൻ ഉമ്മയൊക്കെ തന്നു നിന്നിട്ട് അവിടെ നിന്നിട്ട് നല്ല കളിയാട്ടോ. ആദ്യക്കുട്ടനായിട്ടാണ് കൂടുതൽ കളിക്കുക. അവൻ്റെ പ്രായം ഏകദേശം ഇത് വരുന്നത് ആദ്യക്കുട്ടനാണ്. അപ്പോഴേക്കും ചാച്ചുവിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മൂസ് ചോറൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അമ്മൂസ് ചോറ് ഉരുട്ടുമ്പോഴേക്കും അവന് ഇഷ്ടമുള്ളതൊക്കെ അതിൽ നിന്ന് എടുത്തെടുത്ത് ഇങ്ങനെ കഴിക്കാണ്ട ഗൈസ്. അപ്പോഴേക്കും ഉണ്ണൂട്ടിനും കുട്ടികളൊക്കെ ഒരു റൗണ്ട് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതേ മറ്റേ പരലൊക്കെ വറുത്തതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ചേച്ചിയാണ് കേട്ടോ ഗൈസ്. ഇത് ചേച്ചി. അപ്പോൾ ചേച്ചി വന്നിട്ട് ചാച്ചുട്ടിനെ കാണുക കേട്ടോ. അതെൻ്റെ ദിലീപേട്ടനാട്ടോ, എൻ്റെ ഏട്ടനാണ്, ചേച്ചിയുടെ ഭർത്താവാട്ടോ. അപ്പോൾ ദിലീപേട്ടനോട് ഞാൻ പറയാം ഇങ്ങോട്ട് നോക്ക് അയ്യോ എന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു വൈബാണ് ഗൈസ്. എല്ലാവരും ഒരൊറ്റ നൈറ്റ്, ആ നൈറ്റ് ഒരു സംഭവമാണ്. അവിടെ എത്തി അനിയൻ്റെ കൂടെ നിൽക്കണത് ഞങ്ങളുടെ ഒരു സന്തോഷം കേട്ടോ ആവാൻ. അങ്ങനെ ദേ ചേട്ടന്മാരും അളിയന്മാരും എല്ലാം എൻ്റെ അച്ഛനും ഒക്കെ കഴിക്കുക. അപ്പോൾ എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ അടുത്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പെൺപടകളൊക്കെ ഫുഡ് കഴിക്കുക കേട്ടോ. അല്ല അത് കഴിഞ്ഞ് ഇവിടെ വർത്താനാണ്, എല്ലാവരും കൂടി ഇരുന്ന് വർത്താനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉമ്മതായോ എന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യക്കൂട്ടം കരയാം ഞാൻ വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഉണ്ണിട്ടൻ പറയാണ് കൊണ്ടുവേണ്ട, ആദ്യക്കൂട്ടനെ കൊണ്ടുപോകണം. പക്ഷെ കുറേ പഠിക്കാണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകണം എന്ന് പറയണത്. അപ്പോഴേക്കും മാമനും ഉമ്മ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ടാറ്റൊക്കെ തന്നിട്ട് എന്നെ പറഞ്ഞാച്ചു ഗൈസ്. അപ്പോൾ ഓക്കെ ഗായ്.